ലീഗിൻ്റെ PK ഗ്രൂപ്പ് അഥവാ പെരുങ്കള്ളം ഗ്രൂപ്പിലെ ജൂനിയറായിട്ടുള്ള കൊട്ട ഫിറോസിൻ്റെ പഴയ ഒരു കരളലിയിക്കുന്ന പ്രസംഗം നാട്ടുകാർ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പൊക്കുമല്ലോ. നിലവിലതിനെ AI ക്യാമറയെ കൊട്ട വച്ച് പൊതിഞ്ഞു വയ്ക്കും പോലെ ഫിറോസ് പൊതിഞ്ഞു വച്ചിരുന്നതാണ്, അല്ലെങ്കിൽ മൂടി വച്ചിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നാട്ടുകാർ കുത്തിപ്പൊക്കി. വാളയാറിലെ പിഴച്ച തള്ളയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി സഹതാപം വാരി വിതറിയ ആ പ്രസംഗം. ഈ യോഗം തന്നെ നമ്മളിൽ ഒരമ്മ അർപ്പിച്ച വിശ്വാസമല്ലേ വിളിച്ചു പറയുന്നത്? എന്തിനാണ് വൈലത്തൂർ അങ്ങാടിയിലേക്ക് ഒരമ്മ തലമുണ്ടനം ചെയ്ത് വന്നത്? തന്റെ 2 പെൺകുട്ടികൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഒന്ന് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, മറ്റൊന്ന് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ 2 പെൺകുട്ടികൾ അടുത്തടുത്ത എന്തൊരു സഹതാപം, വല്ലാത്ത സഹതാപം. മുന്നിലിരുന്ന മൂരിക്കുട്ടികളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയ സഹതാപമായിരുന്നു അത്. ഏത് സ്വന്തം മക്കളെ പീഡനത്തിന് എറിഞ്ഞുകൊടുത്ത തള്ളയ്ക്ക് വേണ്ടിയായിരുന്നു ഈ വികാരം പൊട്ടിയൊലിച്ചത്. സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ആരെ മാത്രമേ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരിൽ മാത്രമേ നന്മ കാണാൻ പറ്റുള്ളൂ. ആ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഉള്ളിലെ നന്മ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നികൃഷ്ടയും വൃത്തികെട്ടയുമായ ഒരു സ്ത്രീക്ക് വേണ്ടി ഈ രീതിയിൽ നാവിട്ടടിച്ചതും അവരെ വെള്ള പൂച്ചിയെടുക്കാൻ ശ്രമിച്ചതും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞിട്ടും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി നാട് നീളെ അവരെ കൊണ്ടു നടന്ന് രാഷ്ട്രീയ കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ പെരുങ്കള്ളൻ ഗ്രൂപ്പ് കൊട്ട ഫിറോസൊക്കെ എന്ത് തരം രാഷ്ട്രീയക്കാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെയൊക്കെയാണോ നിങ്ങൾക്ക് നയിക്കാൻ വേണ്ടത്? ആ സ്ത്രീ ചെയ്ത പ്രവർത്തനങ്ങളെ CBI റിപ്പോർട്ടിലൂടെ പുറത്തു വരണമായിരുന്നു. കേരള പോലീസ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനെ രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയെ വേട്ടയാടുന്നു എന്നായിരുന്നു നിലവിളി. ആ പിഴച്ച തള്ളയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ ഒന്നടങ്കം ആ പാവപ്പെട്ട കുട്ടികളുടെ കുട്ടി ഉടുപ്പും പേര് നടന്ന് പറഞ്ഞു വെച്ച രാഷ്ട്രീയ വൃത്തികേടുകൾ അത് ഇതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടണം. കൊട്ട ഫിറോസ് ഉൾപ്പെടെയുള്ളവർ അവരെ എന്തിനു മഹത്വവൽക്കരിച്ചു? അവർ ചെയ്ത പ്രവർത്തനത്തെ 2 കുട്ടികളുടെ ജീവൻ ഉയർത്തിക്കാട്ടി അധികാര രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറാമെന്ന് കരുതിയവർ ഇന്നിപ്പോൾ വായ് തുറക്കുന്നില്ല, മിണ്ടുന്നില്ല. പക്ഷേ അങ്ങനെ മിണ്ടാതിരുന്നാലോ കണ്ടില്ല കേട്ടില്ല എന്നടിച്ചാലോ ഇന്നലകളിൽ ചെയ്ത ആ പോക്രിത്തരം അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഓർമ്മിപ്പിക്കണ്ടേ? രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഭൂലോക അലവലാതിയെയും സ്വന്തം നേട്ടത്തിന് വേണ്ടി അവർ തലയിൽ ചുമക്കും. അങ്ങനെ സ്വന്തം പെൺമക്കളെ കണ്ണിൻ്റെ മുന്നിൽ കാമുകന് വേണ്ടി കാഴ്ചവെച്ച ഒരു സ്ത്രീക്ക് വേണ്ടി വായ്ത്താരിയിട്ട ഇത്തരം ആൾക്കാരെ രാഷ്ട്രീയത്തിന് വേണോ വേണ്ടയോ എന്ന് മലപ്പുറത്തെ ലീഗ് അടിമകൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും ഇവർ ആർക്കൊപ്പം നിൽക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷിയാണ് വാളയാർ അമ്മയ്ക്ക് വേണ്ടി വികാരനിർഭരമായിട്ടുള്ള കൊട്ട ഫിറോസിന്റെ ഈ വാക്കുകൾ. ഈ യോഗം തന്നെ നമ്മളിൽ ഒരമ്മ അർപ്പിച്ച വിശ്വാസമല്ലേ വിളിച്ചു പറയുന്നത്? എന്തിനാണ് വൈലത്തൂർ അങ്ങാടിയിലേക്ക് ഒരമ്മ തലമുണ്ടനം ചെയ്ത് വന്നത്? തന്റെ 2 പെൺകുട്ടികൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഒന്ന് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, മറ്റൊന്ന് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ 2 പെൺകുട്ടികൾ അടുത്തടുത്ത